ഞാനിപ്പോൾ നിൽക്കുന്നത് പിക്സൽ ടൂൺസ് അക്കാഡമിയുടെ സ്റ്റുഡിയോ ഫ്ലോറിലാണ്. ആൻഡ് ഇന്ന് ഇവിടെ ഉള്ളത് നമ്മുടെ ഫോട്ടോഗ്രാഫി സ്റ്റുഡൻസ് അല്ല, ഗ്രാഫിക് ഡിസൈൻ സ്റ്റുഡൻസ് ആണ്. നമ്മുടെ അക്കാഡമിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാഫിക് ഡിസൈൻ സ്റ്റുഡൻസ് അവരുടെ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ഡൗൺലോഡഡ് ഇമേജസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതായത് പ്രൊഡക്റ്റ് സ്റ്റൈലിംഗ്, ഡിസൈനിങ്, ഫോട്ടോഗ്രാഫി ഇതെല്ലാം അവർ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി കഴിഞ്ഞ 2 weeks ആയിട്ട് അവർ ഫോട്ടോഗ്രാഫിയുടെ ബേസിക് ക്ലാസ്സിലായിരുന്നു. ആൻഡ് അതിലൂടെ അവർക്ക് ക്യാമറ അഡ്ജസ്റ്റ്മെന്റ്, ലൈറ്റിംഗ് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ട്. അവരുടെ ഡെമോ ഷൂട്ടും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇന്നോട്ട് അവരവരുടെ ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അവരോട് തന്നെ നമുക്കിപ്പം കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഹലോ, ഇന്ന് ആരുടെ ഷൂട്ടാണ്? ഡിസൈൻ പേർപ്പസിന് വേണ്ടിയിട്ട് എത്ര ഫോട്ടോസാണ് എടുക്കേണ്ടത്? എനിക്ക് ഏകദേശം ഒരു 10-12 ഫോട്ടോസൊക്കെ ഉണ്ട്. ആദ്യമായിട്ടായിരിക്കും ഇതുപോലെ ഒരു പ്രൊഫഷണൽ രീതിക്ക് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പം എങ്ങനെയുണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് കൊള്ളാം. കാരണം ഞങ്ങൾക്ക് നേരത്തെ ഇതിൻ്റെ തിയറി ക്ലാസ്സും എല്ലാ ക്ലാസ്സും ഉണ്ടായിരുന്നായിരുന്നു. പിന്നെ ക്യാമറയെ കുറിച്ച് അത്യാവശ്യം നല്ലോണം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇതിനിറങ്ങിയത്. നിങ്ങളുടെ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് കഴിഞ്ഞൊരു 2 weeks ആയിട്ട് ഫോട്ടോഗ്രാഫീൻ്റെ ബേസിക്സ് ഒക്കെ പറ്റിയിട്ട് ഒരു ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസിന് എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? ഇപ്പോൾ നമുക്ക് ക്യാമറയുടെ ബേസിക്സ് തൊട്ട് പ്രൊഫഷണൽ രീതിയിലുള്ള എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞുള്ള ഗ്രാഫിക് ഡിസൈനിനുപരി ഒരു ഫോട്ടോഗ്രാഫർ എന്ന രീതിയിൽ എല്ലാം കൃത്യമായിട്ട് പ്രൊഫഷണലി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നല്ല രീതിക്ക്. അതൊക്കെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് പ്രൊഡക്റ്റ് ഷൂട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്രാഫിക് ഡിസൈനർ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫി ഫീൽഡിൽ വേണമെങ്കിലും ശ്യാമിന് ഇറങ്ങാനുള്ള കോൺഫിഡൻസ് ഉണ്ട്? കോൺഫിഡൻ്റ് ആണ്, കാരണം നല്ല ക്ലാസ്സൊക്കെ കിട്ടിയതാണ്. കോൺഫിഡൻ്റ് ആണ്.